ദില്ലി പോലീസിന് വൻ തിരിച്ചടി. ചെറിയ തിരിച്ചടിയൊന്നുമല്ല, വൻ തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വൻ തിരിച്ചടി എന്ന് ഉപയോഗിച്ചത്. കഴിഞ്ഞ ദിവസം ദില്ലി പോലീസ് AKG ഭവനിലെത്തിയിരുന്നു CPIMന്റെ ഓഫീസിൽ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ. ഐഷി ഘോഷ് SFIയുടെ ദില്ലി സംസ്ഥാന സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ്. ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ വന്നത് പഴയൊരു കേസ് പൊടിതട്ടിയെടുത്തിട്ടാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ വന്നത്? കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടന്ന വൻ സമരമുണ്ട്, വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും സമരം. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത SFI നേതാവാണ് ഐഷി ഘോഷ്. അതുകൊണ്ട് തന്നെ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യണം. അതിന് പഴയ ഒരു കേസ് 2021 ബംഗാ ഭവനിലേക്ക് നടത്തിയ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത SFI നേതാവാണ് ഐഷി ഘോഷ്. ആ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യണം. സമരം നടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം വിദ്യാർത്ഥികൾക്ക് നൽകിയ ഉറപ്പുണ്ട്. കേന്ദ്രമന്ത്രിമാർ നേരിട്ട് ഉറപ്പ് നൽകിയതാണ്. ആ ഉറപ്പ് ലംഘിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് മറ്റൊരു കേസ്, പഴയൊരു കേസ് തപ്പിയെടുത്ത് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ വന്നത്. ഐഷി ഘോഷ് 2021 ബംഗാ ഭവനിലേക്ക് നടത്തിയ ഒരു മാർച്ചുണ്ട്, SFI നടത്തിയ ആ മാർച്ച്. ആ മാർച്ചിൻ്റെ പേരിൽ അന്ന് പോലീസ് കേസെടുക്കുകയും കോടതി വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേസെടുത്തതോ വാറണ്ട് പുറപ്പെടുവിച്ചതോ അതൊന്നും ഐഷി ഘോഷിനെ ആരും അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കേസ് ഉള്ളത് പോലും ഐഷി ഘോഷിനെ അറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ദില്ലി പോലീസ് ആ കേസ് പൊടിതട്ടിയെടുത്ത് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ദില്ലിയിലെ CPIM ഓഫീസിലെത്തിയത്, AKG ഭവനിൽ എത്തിയത്. സ്വാഭാവികമായി പ്രതിഷേധം ഉണ്ടായി. പ്രതിഷേധത്തിന് മുന്നിൽ നിന്നത് ജോൺ ബ്രിട്ടാസാണ്. അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസിന് മടങ്ങിപ്പോകേണ്ടി വന്നത് നാം കണ്ടതാണ്. അപ്പോൾ തന്നെ CPIM പ്രഖ്യാപിച്ചിട്ടുണ്ട് നിയമപരമായ നടപടി സ്വീകരിക്കും എന്ന്, കോടതിയിൽ പോകും എന്ന്. ഇന്നിതാ കോടതിയിൽ നിന്ന് ഐഷി ഘോഷിന് അനുകൂലമായ വിധി വന്നിരിക്കുന്നു. അടുത്ത ഹിയറിംഗ് വരെ, കേസ് പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് ചെയ്യരുത് ഐഷി ഘോഷിനെ എന്ന് ദില്ലി പാട്യാല കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അടുത്ത ദിവസം തന്നെ കേസ് പരിഗണിക്കുന്നുണ്ട്. സ്റ്റേ അനുവദിച്ച് ഉത്തരവ് വന്ന സാഹചര്യത്തിൽ ഇനി കേസ് പരിഗണിച്ചാലും സ്റ്റേ തുടരാനോ അല്ലെങ്കിൽ അറസ്റ്റ് വിലക്കാനോ സാധ്യതയുണ്ട് എന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും മുൻകൂർ ജാമ്യം അനുവദിക്കാനാണ് സാധ്യത എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ദില്ലി പോലീസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു. എങ്ങനെയെങ്കിലും ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യണം. ഇന്നലെ രാവിലെ മുതൽ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. കോടതിയിൽ പോയി വിവരങ്ങൾ ശേഖരിക്കുക, വാറണ്ട് തപ്പിയെടുക്കുക, ആ വാറണ്ട് ഉപയോഗിച്ച് AK സെന്ററിൽ വരിക, AKG ഭവനിലെത്തുക, ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യുക എന്നതാണ്. ഇതായിരുന്നു പരിപാടി. അതിനുവേണ്ടിയാണ് പോലീസ് സംഘം AKG ഭവനിലെത്തിയത്. ദേശീയ പാർട്ടിയുടെ ഓഫീസിൽ പോലീസ് കയറുന്നു എന്നതുകൂടി ഓർക്കണം. ജനാധിപത്യത്തിൻ്റെ അടിത്തറ തന്നെ തകരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് പോലും രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിലേക്ക് പോലീസ് കയറിയിട്ടില്ല എന്നോർക്കണം. അതാണ് ദില്ലിയിൽ സംഭവിച്ചത്. എന്ന് വെച്ചാൽ ഏതറ്റം വരെ പോകും BJP സർക്കാർ വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്താൻ? വിദ്യാർത്ഥി സമരത്തെ മാത്രമല്ല, എല്ലാ സമരങ്ങളെയും അടിച്ചമർത്താൻ അതിൻ്റെ സൂചനയാണ് പുറത്തു വന്നത്. പക്ഷേ ഇന്ത്യയിൽ നിയമമുണ്ട്, ഭരണഘടനയുണ്ട്. അത് വലിയ രക്ഷയായി മാറി. ഐഷി ഘോഷിനെ പോലെയുള്ള വിദ്യാർത്ഥി നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അടുത്ത ദിവസം കേസ് പരിഗണിക്കുന്നു. അതുവരെ അറസ്റ്റ് ചെയ്യുന്നത് സ്റ്റേ ചെയ്തിരിക്കുന്നു പാട്യാല കോടതി. എന്തായാലും ഒരു കാര്യം നമുക്ക് ഇവിടെ ഉറപ്പിച്ചു പറയാം. സമരം എന്നത് CJP മാത്രം നടത്തിയ ഒന്നല്ല. ആ സമരത്തോടൊപ്പം ഇന്ത്യയിലെ ഇടതുപക്ഷവും ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾ ഒരുപാട് ശ്രമിച്ചു മൂടിവെക്കാൻ. പക്ഷേ ഇപ്പോഴിതാ ആരാണ് സമരം നയിച്ചത്, ആരൊക്കെയാണ് മുന്നിൽ നിന്ന് നയിച്ചത് എന്നതിൻ്റെ ഉത്തരം ലഭിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് മനസ്സിലായി. മാധ്യമങ്ങൾ എത്ര മൂടി വെച്ചാലും അതെല്ലാം ഒരിക്കൽ പുറത്തു വരും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് ഐഷി ഘോഷിൻ്റെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളും. CJP നടത്തിയ വലിയ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകി സമരപ്പന്തലിലുണ്ടായിരുന്നത്, സമരത്തിന് വിദ്യാർത്ഥികളെ എത്തിക്കുന്നതുവരെ ചെയ്തത് ഐഷി ഘോഷ് ഉൾപ്പെടെയുള്ള SFIയുടെ നേതാക്കളായിരുന്നു. ഐഷി ഘോഷ് JNU വിദ്യാർത്ഥിയായിരുന്നു, JNUവിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു, യൂണിയൻ പ്രസിഡന്റായിരുന്നു. അന്നു മുതൽ ഐഷി ഘോഷിനെ വേട്ടയാടുന്നുണ്ട് പോലീസ്. അതോടൊപ്പം ഗുണ്ടകളും. നിരവധി കേസുകളാണ് പെൺകുട്ടിക്കെതിരെ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ABVPക്കാർ തച്ചുടച്ച കൈ ഉയർത്തി തലയിൽ കെട്ടുമായി മുദ്രാവാക്യം വിളിക്കുന്ന ഐഷി ഘോഷിനെ കണ്ടിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് JNU ക്യാമ്പസിൽ. ആ പോരാട്ട വീര്യം ഇപ്പോഴും തുടരുന്നു.
ഐഷി ഘോഷ് എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ്. ഒരു അറസ്റ്റ് കൊണ്ടോ ഒരു കേസ് കൊണ്ടോ ഒരു പോരാളിയെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് ഭരണകൂടം തിരിച്ചറിയും. അതിനുവേണ്ടിയുള്ള സമരങ്ങൾ, പോരാട്ടങ്ങൾ നടക്കും. ഇനി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനെത്തിയാൽ, അതല്ലെങ്കിൽ AKG ഭവനിലേക്ക് പോലീസ് എത്തിയാൽ തടയാൻ ഇടതുപക്ഷ പാർട്ടികൾ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇടതുപക്ഷ പാർട്ടികൾ ഒന്നിച്ച് നിന്ന് പോലീസിൻ്റെ അതിക്രമത്തിനെതിരെ പോരാടുമെന്ന് പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയിലെ വിവിധ ഘടകകക്ഷികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും പിന്തുണയുമായി വന്നു. പാർലമെന്റിൽ ഒറ്റക്കെട്ടായി ഒരേ ശബ്ദത്തിൽ AKG ഭവനിലേക്ക് പോലീസ് എത്തിയതിനെ എതിർത്തത് രാജ്യസഭയിൽ മല്ലികാർജ്ജുന ഖാർഗെയായിരുന്നു എന്നുകൂടി ഓർക്കണം. എന്ന് വെച്ചാൽ പാർലമെന്റിൽ വൻ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുവാനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. ഇടതുപക്ഷ MP-മാർ പാർലമെന്റിന് പുറത്ത് ധർണ നടത്തുകയും ചെയ്തു. അതെല്ലാം ദേശീയ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇടതുപക്ഷം ചെറിയ പാർട്ടിയാണ് എങ്കിലും അവരുടെ ആശയങ്ങൾക്ക് വലിയ പിന്തുണ ജനങ്ങൾക്കിടയിലുണ്ട് എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ദില്ലിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.